കല്ലറ നിർമ്മിക്കുന്നതിനെ കുറിച്ചൊക്കെ ഒരു മുൻ മുഖ്യമന്ത്രിയുടെ മകന്റെ പ്രസ്താവന കാണാനിടയായി. ഇത് കേട്ടപ്പോൾ സ്വാഭാവികമായും ഞാൻ പഴയ ജുഡീഷ്യൽ അന്വേഷണ സമിതിയുടെ റിപ്പോർട്ട് ഓൺലൈനിലൊന്ന് പരതി. PDF കിടക്കുന്നുണ്ടല്ലോ, അതേക്കുറിച്ച് ഞാൻ പറയുന്നില്ല. മരിച്ചവരെ കുറിച്ച് നല്ലതേ പറയാൻ പാടുള്ളൂ. അപ്പൻ്റെ അഡ്രസ്സിൽ ആളാകുന്ന മകൻ തന്നെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് പഴയ കഥകൾ ജനങ്ങളെ ഓർമ്മിപ്പിച്ച് മരണപ്പെട്ടു പോയ അപ്പനെ നാണം കെടുത്തുന്നത് ശരിയല്ല എന്ന അഭിപ്രായം എനിക്കുണ്ട്. കൂടാതെ ഏതോ ഒരു കോൺഗ്രസ്സുകാരൻ കല്ലറയുടെ പേരും പറഞ്ഞ് ലക്ഷങ്ങൾ പറ്റിച്ചു എന്നൊരു കഥയും പറഞ്ഞു കേൾക്കുന്നുണ്ട്. അതെന്തെങ്കിലുമൊക്കെ ആകട്ടെ, ഞാനിവിടെ പറയാൻ ഉദ്ദേശിച്ചത് അതൊന്നുമല്ല. അന്ന് ഇതേ മുൻ മുഖ്യമന്ത്രിയുടെ വിഷയത്തിൽ ഇന്ന് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കടിപിടി കൂടുന്ന 3 പേരിൽ ഒരാൾ അന്നൊരു പ്രസ്താവന നടത്തിയത് മുഖ്യമന്ത്രി സ്വന്തം പാർട്ടിക്കാരനായിട്ട് പോലും മുഖ്യമന്ത്രിയുടെ ഓഫീസ് സംശയത്തിന്റെ നിഴലിലാണ് എന്നാണ്. അതവിടെ ഇരിക്കട്ടെ. ഇപ്പോൾ ഇങ്ങനെ 3 പേര് കടിപിടി കൂടുന്നുണ്ടെങ്കിൽ അവരിൽ ഒരാളെ മുഖ്യമന്ത്രിയാകും. 3 പേർക്കും കൂടി ആവാൻ കഴിയില്ലല്ലോ. പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. അധികാരമില്ലാതിരിക്കുന്നത് സങ്കടകരമായി തോന്നുന്നവരും പുണ്യാളന്മാരെ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നവരും ലഭ്യമായ അധികാരത്തിന്റെ സുഖ സൗകര്യങ്ങളിൽ പങ്ക് ലഭിക്കാതെ വരുമ്പോൾ ഇപ്പോൾ നടന്ന ഡീലുകളെക്കുറിച്ചും അട്ടിമറികളെക്കുറിച്ചുമൊക്കെ വിളിച്ചു പറയും. അതിന് അധിക കാലം കാത്തിരിക്കേണ്ടി വരില്ല എന്നതാണ്. കഴിഞ്ഞ 5 വർഷക്കാലത്തെ പ്രതിപക്ഷ നേതാവിന് ഭരണകക്ഷിയിലെ ഏതെങ്കിലും ഒരു മന്ത്രിയുടെ അഴിമതി പുറത്തു കൊണ്ടുവരാനോ അഴിമതി ആരോപണം നടത്തി ആ ഗവൺമെന്റിനെ പ്രതിസന്ധിയിലാക്കാനോ സാധിച്ചില്ല എന്നത് വസ്തുതയാണ്. എന്ന് മാത്രമല്ല, ശബരിമല സ്വർണ്ണ മോഷണത്തെക്കുറിച്ച് നിയമസഭയിൽ ചർച്ച ചെയ്യാൻ ഭരണപക്ഷം തയ്യാറായിട്ടും പ്രതിപക്ഷം നോട്ടീസ് കൊടുത്തില്ല. UDF നേതാക്കളോടൊപ്പം പലയിടങ്ങളിലും സ്വർണം മോഷ്ടിച്ചവരെയും വാങ്ങിയവരെയും കാണുകയും ചെയ്തു. എന്ന് വെച്ചാൽ ഭരിക്കുന്നവരോടുള്ള അതിഭീകരമായ ശത്രുതയ്ക്കപ്പുറം ജനങ്ങളെ ബോധ്യപ്പെടുത്താവുന്ന ഒന്നും ഉണ്ടായിരുന്നില്ല. ഈ ഒരു ഫ്രെയിമിൽ വിലയിരുത്തുമ്പോൾ എന്തൊക്കെയോ കാര്യമായി സംഭവിച്ചിട്ടുണ്ട്. അത് നമുക്ക് വൈകാതെ മനസ്സിലാക്കും. നമുക്ക് കാത്തിരിക്കാം. ഒപ്പം തന്നെ ജനാധിപത്യവും ജനതാല്പര്യങ്ങളും എവിടെയെങ്കിലുമൊക്കെ വിൽക്കപ്പെടുന്നുണ്ടോ എന്ന ജാഗ്രത നമുക്കുണ്ടാകണം. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പിന്നീട് വിലയിരുത്താം.